അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 7ാം ക്ലാസ് പൊതുപരീക്ഷയ്ക്ക് വേണ്ടി നടത്തിയ ഉലൂമുദ്ദീനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ്. നമുക്കൊന്ന് വായിക്കാം. ഒന്നാമതായി, ശരിയുത്തരത്തിന്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. അതിലൊന്ന്, ലോകത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ 30ഓളം, 40ഓളം, 50ഓളം. ഉത്തരം 50ഓളം. രണ്ടാമത്തത്, വഹാബി മൂവ്മെന്റിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നു സയ്യിദുമാർ, പണ്ഡിതന്മാർ, ഔലിയാക്കൾ. ഉത്തരേതാണ് പണ്ഡിതന്മാർ. മൂന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് അധിനിവേശത്തിൽ ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിച്ചത് ഇന്ത്യക്കാര്, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ. ഉത്തരേതാണ് മുസ്ലിങ്ങൾ. 4, മലബാർ സമരം നടന്നത് 1849, 1990, 1921. ഉത്തരം 1921. അഞ്ചാമത്തെ ചോദ്യം, ചരക്ക് എന്ന അർത്ഥം വരുന്ന അറബി പദം തിജാറത്തുൻ, ബിലാഅത്തുൻ, കരീമുൻ. ഏതാണ് ഉത്തരം? ബിലാഅത്തുൻ. ആറാമത്തത്, അറബി രാഷ്ട്രങ്ങളിൽ പെട്ടതാണ് ഇറാഖ്, തുർക്കി, അമേരിക്ക. ഉത്തരം ഇറാഖ്. സെക്കൻഡ് ആക്ടിവിറ്റി, ചേരുംപിടി ചേർക്കുക. അതിലൊന്ന്, ലെറ്റേഴ്സ് കൊടുത്താണ് പൂരിപ്പിക്കേണ്ടത്. 1, അസയ്യിദ് മുർത്തദ സുബൈദി, ലെറ്റർ ഡി, താജുൽ അറൂസ്. രണ്ടാമത്തത്, അസീറത്തുൽ ഹലബിയ, ലെറ്റർ ഇ, നൂറുദ്ദീൻ അൽ ഹലബി. 3, ഫലൗലൽ ഇൽമു, ലെറ്റർ എ, മാ സൈദത് റിജാലുൻ. 4, അബുൽ കലാം ആസാദ്, ലെറ്റർ ബി, സ്വാതന്ത്ര്യ സമര സേനാനി. 5, ചമ്പർശ്ശേരി തങ്ങൾ, ലെറ്റർ സി, മലബാർ സമരം. തേർഡ് ആക്ടിവിറ്റി, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഒന്നാമത്തത്, ഏറ്റവും പഴക്കമുള്ള അറബി മലയാള കൃതി മുഹിയുദ്ദീൻ മാലയാണ്. രണ്ടാമത്തത്, കാൻ അക്രമുന്നാസി ഖുലുഖൻ വ അഹ്സനഹും അദബ. മൂന്നാമത്തത്, മാപ്പിള ലഹള എന്ന് മലബാർ സമരത്തിന് മുദ്ര കുത്തപ്പെട്ടു. നാലാമത്തത്, ഫഹുവല്ലദീ തമ്മ മഅനാഹു വസൂറത്തുഹു സുമ്മ ഇസ്തഫാഹു ഹബീബൻ ബാരിഉൻ നസമി. അപ്പൊ ഇതാണ് എന്ത് ചെയ്യേണ്ടത്? ഫിൽ ചെയ്യേണ്ടത്. അഞ്ചാമത്തത്, മതനിരാസം, വഹാബിസം ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. രണ്ടെണ്ണം ഇവിടെ ഫിൽ ചെയ്താൽ മതി. ആറാമത്തത്, ഉസ്മാനികളുടെ കാലത്ത് അറബി ഭാഷയും സാഹിത്യവും പുഷ്ടി പ്രാപിച്ചു. നാലാമത്തെ ആക്ടിവിറ്റി, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. അതിലൊന്നാമത്തത്, ഖിലാഫത്ത് അവസാനിച്ച വർഷം 1924. ചോദ്യം 2, അഷേഖ് അലി ബിൻ ഹിസാമുദ്ദീൻ രചിച്ച കിതാബ് ഏത്? കൻസുൽ ഉമ്മാൽ. മൂന്നാമത്തെ ചോദ്യം, സ്ത്രീകളുടെ മാറുമറക്കാൻ തുടങ്ങി എന്നത് ഏത് തരം വളർച്ചയാണ്? സാംസ്കാരിക വളർച്ച. ചോദ്യം 4, സമാധാനം വർഷിക്കും, കാരുണ്യം അവരെ മൂടും. ഇത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? അള്ളാഹുവിന്റെ ഒരു ഭവനത്തിൽ ഒരുമിച്ചുകൂടി ഖുർആൻ ഓതുകയും പഠിക്കുകയും ചെയ്യുന്നവരിൽ. ചോദ്യം 5, ഇസ്ലാമിക നഗരങ്ങളാകെ തകർക്കപ്പെട്ടത് ഏത് പടയോട്ടത്തിൽ? ഉത്തരം മംഗോളിയൻ ഭരണാധികാരിയായ ചെങ്കിസ് ഖാനും അദ്ദേഹത്തിന്റെ മരണശേഷം പൗത്രൻ ഹുലാഖ് ഖാനും നടത്തിയ പടയോട്ടത്തിൽ. ആറാമത്തെ ചോദ്യം, ഷെയ്ഖ് റിഫായി ഏത് മദ്ഹബിലെ പണ്ഡിതനായിരുന്നു? ഷാഫിഈ മദ്ഹബിലെ. ഫിഫ്ത്ത് ആക്ടിവിറ്റി, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, എന്തിനാണ് കരയുന്നത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തായിരുന്നു? അള്ളാഹുവിന്റെ നബിയെ, എങ്ങനെയാണ് എന്നെ കരയിപ്പിക്കാതിരിക്കുക? ഈ പായ അങ്ങയുടെ പാർശ്വഭാഗത്ത് അടയാളമുണ്ടാക്കിയിരിക്കുന്നു. ഞാൻ കണ്ടതല്ലാതെ മറ്റൊന്നും അങ്ങ് വീട്ടിൽ കണ്ടിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം, അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്ത്? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം സേവനം ചെയ്തു. അപ്പോൾ എന്നോട് ഛ എന്ന വാക്ക് പോലും പറഞ്ഞില്ല. നീ എന്തിനത് ചെയ്തു, നീ എന്തിനത് ചെയ്യാതിരുന്നു എന്നും എന്നോട് ചോദിച്ചിട്ടില്ല. മൂന്നാമത്തെ ചോദ്യം, എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം? ജനങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യമായ സ്വഭാവമുള്ളവരായിരുന്നു. ചോദ്യം 4, മുസ്ലിങ്ങൾ അറബി മലയാള ലിപി നടപ്പിലാക്കി എന്തിന്, എപ്പോൾ? മലയാള ഭാഷക്ക് വ്യവസ്ഥാപിത ലിപിയില്ലാത്ത കാലത്ത്. മതപഠനം സുഗമമാക്കാൻ. അഞ്ചാമത്തെ ചോദ്യം, മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകിയ സയ്യിദുമാരിൽ 3 പേരേതാ? 1 അസയ്യിദ് ഖാജ മുഈനുദ്ദീൻ ചിസ്തി. 2 അസയ്യിദ് ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കിദ് ദഹ്ലവി. 3 അസയ്യിദ് ഇബ്രാഹിം ബാദുഷാ ഏർവാടി. ആറാമത്തെ ചോദ്യം, ഉഹിബ്ബു സ്വാലിഹീന ഫലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. ആശയിത ബൈത്താണ്. ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അവരിൽപ്പെട്ടവരല്ലെങ്കിലും അവർ മുഖേന എനിക്ക് ഷഫാഅത്ത് ലഭിച്ചേക്കാം. ഏഴാമത്തെ ചോദ്യം, മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ത്? ശരിയായ വിദ്യാഭ്യാസവും ആത്മീയ ബോധവും. സിക്ട് ആക്ടിവിറ്റി കുറിപ്പെഴുതുക 5 വരിയിൽ കുറയരുത് എന്നുള്ളതാണ്. 1 ബ്രിട്ടീഷ് അധിനിവേശവും രാജ്യത്തിന്റെ പ്രതിരോധവും. അതിനെക്കുറിച്ചാണ് എഴുതേണ്ടത്. പാശ്ചാത്യരുടെ അധിനിവേശം ഇന്ത്യ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. കച്ചവടക്കാരായ ഇന്ത്യയിലെത്തിയവർ അവസാനം രാജ്യത്തെ അടിമപ്പെടുത്തി. അധിനിവേശം തുടങ്ങി അധികം വൈകാതെ സ്വാതന്ത്ര്യ സമരവും ആരംഭിച്ചു. 1857 വിപ്ലവത്തോടെ അത് ശക്തി പ്രാപിച്ചു. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും അതിൽ പങ്കാളികളായി. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്, മൗലാന മുഹമ്മദ് അലി, അബുൽ കലാം ആസാദ് തുടങ്ങിയ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ മുൻപന്തിയിലുണ്ടായിരുന്നു. രണ്ടാമത്തത് സമസ്ത കേരള ജമിയത്തുൽ ഉലമാഇന്റെ ഉത്ഭവ പശ്ചാത്തലത്തെ കുറിച്ച് എഴുതാനാണ്. 1921 കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട വഹാബി മൂവ്മെന്റ് കേരള മുസ്ലിങ്ങളുടെ ഐക്യം തകർത്തു. മുസ്ലിങ്ങളെ കാഫിറുകളും മുശ്രിക്കുകളുമായി ചിത്രീകരിച്ച വഹാബികൾ മഹാന്മാർ അധിക്ഷേപിക്കുകയും മുസ്ലിങ്ങളുടെ ധാർമ്മിക ബോധം ബലഹീനമാക്കുകയും ചെയ്തു. ഇതിനെ പ്രതിരോധിക്കാൻ പണ്ഡിതന്മാർ മുന്നോട്ട് വരികയും തൽഫലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിതമാവുകയും ചെയ്തു. വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു അതിന്റെ പ്രഥമ പ്രസിഡന്റ്. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തിയും പഠിക്കാനുള്ള താല്പര്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.